ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന എത്തുന്ന തൃശൂർ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവള മാതൃകയിൽ നവീകരണത്തിനൊരുങ്ങുമ്പോൾ സ്റ്റേഷൻ വളപ്പിലെ റോഡ് കുളം. പൂത്തോളിലെ പടിഞ്ഞാറൻ കവാടത്തിൽ നിന്ന് പ്ലാറ്റ്ഫോമുകളിലേക്കും പാർക്കിംഗ് ഏരിയയിലേക്കുമുള്ള റോഡാണ് കുണ്ടും കുഴിയും ചെളിവെള്ളവും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായത്. രാത്രിയിൽ വെളിച്ചമില്ലാത്തത് ദുരിതം ഇരട്ടിയാക്കുന്നു. രാജ്യാന്തര നിലവാരത്തിലാക്കാൻ 345 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. 2028 ജൂലൈയിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. അതിൻ്റെ പേരിൽ അടിയന്തരമായി ചെയ്യേണ്ട അറ്റകുറ്റപ്പണികൾ അവഗണിക്കുന്നതായാണ് ആക്ഷേപം. എറണാകുളം സൗത്ത്, നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പ്രവൃത്തികളും ഇഴയുന്നുണ്ട്. അവിടെ കരാറുകാർ പാതി വഴിയിൽ നിർമ്മാണം ഉപേക്ഷിച്ചു പോയിരുന്നു. അതിനാൽ നവീകരണത്തിന് കാത്തുനിൽക്കാതെ റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് തൃശ്ശൂരിലെ യാത്രക്കാരുടെ ആവശ്യം. പാർക്കിംഗ് സംവിധാനവും വാഹനങ്ങളും കത്തിനശിച്ച ശേഷം പടിഞ്ഞാറൻ കവാടത്തിനരികിൽ വാഹനങ്ങൾ നിർത്താൻ സൗകര്യമില്ല. പടിഞ്ഞാറുള്ള ടിക്കറ്റ് കൗണ്ടറും പ്രവർത്തിക്കാത്തതിനാൽ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. വടക്കുമാറിയുള്ള കാർ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തുന്നത്. അതിനാൽ കൂടുതൽ വാഹനങ്ങൾക്ക് കുണ്ടും കുഴിയും നിറഞ്ഞ പാത ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഫുട് ഓവർബ്രിഡ്ജിനരികിൽ യാത്രക്കാരെ ഇറക്കാനും ധാരാളം വാഹനങ്ങൾ എത്തുന്നുണ്ട്. താൽക്കാലിക പാർക്കിങ്ങിൽ മഴയും വെയിലും തടയാനുള്ള മേൽക്കൂരയോ സ്ഥല സൗകര്യമോ ഇല്ലെങ്കിലും ഉയർന്ന ഫീസ് തന്നെയാണ് കരാറുകാർ ഈടാക്കുന്നത്.